ഇന്ത്യയും അതുപോലെ ഇന്ത്യയുടെ ബിസിനസ് സംരംഭകനായിട്ടുള്ള ഗൗതം അദാനിയും ഡീപ് സ്റ്റേറ്റിന്റെ കണ്ണിലെ കരടാണ് എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ്. കെനിയ അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ഏതാണ്ട് 2.5 ബില്യൺ US ഡോളറിന്റെ ഡീലിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. അതിന്റെ കാരണമായിട്ട് കെനിയൻ പ്രസിഡന്റ് പറഞ്ഞത് അവരുടെ ഒരു സുഹൃത്ത് രാജ്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ആണ് എന്നാണ്. ആരാണ് ഈ സുഹൃത്ത് രാജ്യമെന്നല്ലേ? സാക്ഷാൽ അമേരിക്ക തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇനി ഈ ഡിസംബറിൽ കൂടെ മാത്രമേ തുടരാൻ കഴിയൂ. ജാനുവരിയിൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. പോകുന്നതിന് മുമ്പ് പരമാവധി ഡാമേജ് ഉണ്ടാക്കാനുള്ള ഡെമോക്രാറ്റുകളുടെ കൊടും ചതിയുടെ ഭാഗമാണിതെല്ലാം. ഇവിടെ നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഇന്ത്യക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പോകുന്നത്? ഞാൻ ഇതിനകത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നേയില്ല. കാരണം പ്രതിപക്ഷത്തിന് അവർക്ക് അധികാരം പിടിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ വീണ് കിട്ടുന്ന എല്ലാ അവസരങ്ങളും തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കും. ചിലപ്പോൾ പ്രതിപക്ഷത്ത് ഇപ്പോൾ BJP ആണ് ഇരുന്നാൽ BJPയും ചിലപ്പോൾ ഈ അവസരങ്ങൾ ഉപയോഗിക്കുമായിരിക്കാം. എന്തായാലും നമ്മൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിനെ നമ്മൾ ഇതിനകത്ത് വലിച്ചിടുന്നില്ല. അവർ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ അടക്കം സ്റ്റേറ്റ്മെന്റുകൾ മുഖവിലേക്ക് എടുക്കുന്നതിനെയില്ല. എന്നാൽ എന്താണ് US-ന്റെ ഇപ്പോഴത്തെ പ്രശ്നം? എന്താണ് ഡീപ് സ്റ്റേറ്റിന്റെ കുഴപ്പം? അതായത് 2029 ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറും. ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റും ഡെമോക്രാറ്റുകളും ഇതിനു മുമ്പ് നേരിട്ടിരുന്നത് പോലത്തെ ഒരു സുഹൃത്തല്ല. ഈവൻ UK പോലെ ഒരു സുഹൃത്ത് പോലും അല്ല. അതിന്റെ കാരണം ബ്രിട്ടൻ സ്വയം ഒരു UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗമൊക്കെ ആണെങ്കിൽ പോലും അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. ഇതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അത് ജപ്പാൻ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും സൗത്ത് കൊറിയ ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിലും എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ മേധാവിത്വം അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ്. അതായത് ബോസാണ്, നമ്മുടെ ബോസാണ് അമേരിക്ക എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവിടെ ഇന്ത്യ ഡിഫറൻ്റ് ആണ്. മോദിയും ഇന്ത്യയും ശ്രമിക്കുന്നത് തനതായ രീതിയിലുള്ള ഒരു നിലനിൽപ്പാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയും സ്വയം തുല്യതയുമാണ് ഇന്ത്യ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നത് USA-മായിട്ട് ഡീൽ ചെയ്യാം, റഷ്യയുമായിട്ട് ഡീൽ ചെയ്യാം, ചൈനയുമായിട്ട് ഡീൽ ചെയ്യാം, പക്ഷെ മ്യൂച്വൽ റെസ്പെക്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണെന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ കൊമ്പൊന്നും കാണിക്കേണ്ട. നമുക്ക് തുല്യത വേണം. ഡെമോക്രാറ്റിക് രാജ്യങ്ങളാണ് രണ്ടും. നിങ്ങളും ജനാധിപത്യം, നമ്മളും ജനാധിപത്യം. നിങ്ങൾ കുറച്ച് സമ്പന്നമാണ്, നമ്മളെക്കാൾ ടെക്നോളജി ഉണ്ട്, ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ എന്ന് പറഞ്ഞ് ഇന്ത്യ നിങ്ങളെക്കാൾ ഒട്ടും പിറകിൽ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ താഴെ കിടക്കുന്ന ഒരു മൂന്നാംകിട രാജ്യമല്ല. ഇന്ത്യ സ്വയം ഒരു ശക്തമായ രാജ്യം തന്നെയാണ് എന്ന് ഇന്ത്യ എപ്പോഴും ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കരാറാണെങ്കിലും. ഇവിടെ ഞാൻ മുൻപ് ട്രംപ് പറഞ്ഞൊരു കാര്യം വളരെയധികം ഓർക്കുകയാണ്. ട്രംപ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി എൻ്റെ സുഹൃത്താണ്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല സൗഹൃദവുമുണ്ട്, പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും മോദിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് മോഡിയുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മോഡിയുമായിട്ട് ഒരു ഡീല് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ഇൻട്രസ്റ്റിന് ദോഷം വരുന്ന ഒന്നും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഒരിടത്തും ഇന്ത്യ കോംപ്രമൈസ് ചെയ്യില്ല. അതിപ്പോ ചൈനയുടെ ഇഷ്യൂവിൽ നമ്മൾ കണ്ടില്ലേ, കോംപ്രമൈസ് ചെയ്തൊരു പരിപാടിയില്ല. ഇന്ത്യൻ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒന്നിനും മോദി തയ്യാറാവില്ല. ഏത് കാര്യത്തിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് പ്രഥമ പരിഗണന കൊടുക്കും. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായിട്ട് ഡെമോക്രാറ്റുകളും അല്ലെങ്കിൽ US-ഉം ഡീൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ല ഇന്ത്യയും മോദിയും. കുറച്ച് ഡിഫറൻ്റ് ആണ്. അപ്പൊ പോണ പോക്കിലിട്ട് ഇന്ത്യക്ക് ഒരു പണി തരണമെന്ന് അവരെ പ്രേരിപ്പിക്കുന്ന കാരണവും അത് തന്നെയാണ്. ഇല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത 4 വർഷം കൊണ്ട് ഇന്ത്യ ഡെമോക്രാറ്റുകൾ അടുത്തിനി അധികാരത്തിൽ വന്നാൽ പോലും പിടിച്ചാൽ കിട്ടാത്ത വിധം വളർന്നു കഴിയും. അതായത് ഈ പറയുന്ന ഡെമോക്രാറ്റുകളുടെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഒന്നും വലയിൽ കുരുങ്ങാത്ത വിധം പവർഫുള്ളായിട്ട്, അവർ വലയെറിഞ്ഞാലും അത് പൊട്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ പവർഫുള്ളായിട്ട് ഇനിയുള്ള 4 വർഷങ്ങളിൽ ഇന്ത്യ മാറും. ആ വളർച്ചയിൽ ഇന്ത്യയിലെ സമ്പന്നരായിട്ടുള്ള ചിലർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അദാനിയെ മാത്രം തൊടുന്നു, അംബാനിയെ എന്തുകൊണ്ട് തൊടുന്നില്ല? അംബാനിയുടെ സംരംഭങ്ങളിൽ ഗൂഗിളിനും ഫേസ്ബുക്കിനും അടക്കം ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്. മാത്രമല്ല ഡീപ് സ്റ്റേറ്റിന് താല്പര്യമുള്ള പല ബിസിനസ്സുകാർക്കും അംബാനിയുടെ ബിസിനസ്സിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അംബാനിയുമായി സഹകരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അംബാനി വളരെയധികം തകരുന്നതിനോട് ഡീപ് സ്റ്റേറ്റിന് താല്പര്യമില്ല. അദാനിയെ അടിക്കുമ്പോൾ തന്നെ കൂട്ടത്തിൽ ഇന്ത്യയുടെ വിപണിയെ അത് മൊത്തത്തിൽ ബാധിക്കുമ്പോൾ കുറച്ചൊക്കെ അംബാനിയെ ബാധിക്കും. പക്ഷേ അദാനിയെ തകർക്കുക എന്ന ഒരു ലക്ഷ്യമുള്ളതുപോലെ അംബാനിയെ തകർക്കണം എന്നൊരു ലക്ഷ്യം ഡീപ് സ്റ്റേറ്റിനും അമേരിക്കയ്ക്കും ഇല്ല എന്നുള്ളത് നമ്മൾ ഇവിടെ പ്രത്യേകം കാണണം. എന്തുകൊണ്ട് അദാനി എന്ന് ചോദിച്ചാൽ പല പ്രോജക്റ്റുകളും, ഇപ്പൊ നമ്മൾ കെനിയയുടെ കാര്യം എടുത്തു. കെനിയയിലെ 2.5 ബില്യൺ US ഡോളറിന്റെ ഒരു ഡീലാണ് ഇപ്പോൾ അദാനിക്ക് നഷ്ടമായിരിക്കുന്നത്. അവിടുത്തെ ഒരു എയർപോർട്ടിന്റെ
നടത്തിപ്പ് അവകാശം ഉൾപ്പെടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ പ്രോജക്റ്റുകളായിരുന്നു അദാനി ലക്ഷ്യമിട്ടത്. ഇതൊക്കെ അദാനിക്ക് കിട്ടുന്നതിലൂടെ ഇന്ത്യയുടെ സ്വാധീനമാണ് അവിടെ ഉണ്ടാവുന്നത്. ആ സ്വാധീനം ഉണ്ടാവാൻ ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഓൾറെഡി ചൈനയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. പക്ഷെ അതിനെ ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ തൊടാതെ വെക്കുന്നതിനൊരു കാരണം ചൈനയുടെ ആഫ്രിക്കയിലെ സ്വാധീനത്തിൽ അവർക്ക് നല്ല അതൃപ്തിയൊക്കെ ഉണ്ടെങ്കിലും ചൈനയെ തൊട്ട് കഴിഞ്ഞാൽ അത് അമേരിക്കയുടെയും അമേരിക്കൻ കമ്പനികളുടെയും നിലനിൽപ്പിനെയും വളരെയധികം ബാധിക്കുമെന്നതാണ് ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഇക്കാര്യത്തിൽ ചൈനയെ മാത്രം മാറ്റിവെക്കുന്നതിന്റെ കാരണം. ചൈനയെ തൊടുന്നേയില്ല. ഇപ്പോൾ ചൈനയിൽ പല പ്രൊഡക്ഷനും നമ്മൾ എടുത്തു നോക്കിയാൽ അമേരിക്കൻ കമ്പനികൾ പലതും പ്രൊഡക്ഷൻ നടത്തുന്നത് ചൈനയിലാണ്. അപ്പോൾ അവിടെ ഈ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായ ഘടകങ്ങൾ, അതിപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നവയാവാം, ചിലപ്പോൾ മിനറൽസ് ആവാം, മെറ്റൽസ് ആവാം, അങ്ങനെയുള്ള ഈ അത്യാവശ്യം വേണ്ട വസ്തുക്കളെല്ലാം തന്നെ ചൈന കണ്ടെത്തുന്നത് ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ്. ആഫ്രിക്ക, റഷ്യ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുമാണ്. പ്രത്യേകിച്ച് ആഫ്രിക്ക ഒരുപാട് പ്രകൃതി ധാതു നിക്ഷേപങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ആഫ്രിക്ക. അവിടെ പല ഖനികളും ചൈനയാണ് നടത്തുന്നത് തന്നെ. അവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ഈ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തടസ്സമില്ലാത്ത പ്രൊഡക്ഷൻ ചൈനയിൽ നടക്കുന്നത്. ഈ പ്രൊഡക്ഷൻ നടന്നെങ്കിൽ മാത്രമേ അമേരിക്കൻ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ രംഗത്ത് വരികയുള്ളൂ. ഈ പ്രോഡക്റ്റുകളാണ് അമേരിക്കയുടെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. ഇത് സെയിൽ ചെയ്ത് കിട്ടുന്ന വരുമാനമാണ് അമേരിക്കൻ GDP-യിൽ വലിയൊരു പങ്കും വഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ചൈനയെ തൊടുകയാണെങ്കിൽ അത് ഇവരുടെ പ്രൊഡക്ഷനെയും സപ്ലൈ ചെയിനെയും ഒക്കെ കംപ്ലീറ്റ് ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ചൈനയെ തൊടുന്നില്ല. പക്ഷെ ചൈനയുടെ ഈ സ്വാധീനം വളരെയധികം ഡീപ് സ്റ്റേറ്റിനെയും അമേരിക്കയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷെ പുതിയ പ്ലെയേഴ്സ് കൂടി അതിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇന്ത്യ. ഒരു കാലത്ത് ചൈനയെ ഒപ്പം നിർത്തിയതിന്റെ ഫലമാണ് ഇന്ന് ചൈന വളരെയധികം വളർന്നത് എന്ന് അമേരിക്ക കാണുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു രാജ്യമായിട്ട് ഇന്ത്യ വരരുത് എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊക്കെ മുകളിൽ അദാനിയോടും മോദിയോടുമുള്ള ഇവരുടെ വിയോജിപ്പും എതിർപ്പും, ഒപ്പം ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ താല്പര്യങ്ങളും ഒക്കെ ഇതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ പോണ പോക്കിൽ പരമാവധി അദാനി അങ്ങ് നശിപ്പിക്കുക. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഒരിക്കൽ അദാനിയുടെ ആസ്തി $35 ബില്യൺ വരെ എത്തിച്ചതാണ്. 140-ൽ നിന്ന് 35-ൽ വരെ എത്തിച്ചു. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ റിയൽ ടൈം ബില്യണേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അദാനി 19ാമത് കിടന്ന അദാനി ഏതാണ്ട് 26-ലോ 27-ലോ ആയി. അദാനിയുടെ ആസ്തി ഏതാണ്ട് $100 ബില്യൺ അടുത്ത് എത്തിയതാണ്. അത് വീണ്ടും വിടിഞ്ഞ് ഇന്നലെ നോക്കുമ്പോൾ $55 ബില്യൺ എങ്ങാണ്ടായി. അപ്പോൾ വീണ്ടും അദാനിക്കിട്ടൊരു വലിയ പ്രഹരം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് US. കെനിയൻ സർക്കാരിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അദാനിയുമായിട്ടുള്ള കരാറിൽ നിന്ന് പിന്മാറാൻ. നേരത്തെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മ്യാൻമാറിലുള്ള പോർട്ടുമായി ബന്ധപ്പെട്ട ഡീലിൽ നിന്ന് അദാനിയെ പുറത്തു കളയാൻ വേണ്ടി വലിയ രീതിയിലാണ് US കളിച്ചത്. ഇത്തരത്തിൽ അദാനിക്കും ഇന്ത്യക്കും സ്വാധീനം ഉണ്ടാകാനിടയുള്ള എല്ലാ മേഖലകളിലും കോലിട്ടിളക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് പരമാവധി ഡാമേജ് ഇന്ത്യക്ക് ഉണ്ടാക്കുക എന്നത് ഡെമോക്രാറ്റുകളുടെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഒരു നയമാണോ എന്ന് തോന്നുകയാണ് ഇപ്പോൾ. കാരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വളരെയധികം ശക്തമായിട്ട് വളരും. എന്നാൽ ആ വളർച്ചയെ ഒന്ന് മന്ദഗതിയിലാക്കുക എന്നത് ഇവരുടെ ഈ നീക്കങ്ങളുടെ എല്ലാം പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. മനസ്സിലാക്കേണ്ടത്, അദാനി എന്ന് പറയുന്നത് അമേരിക്കൻ ബിസിനസ്സുകാരനല്ല. ഈ അദാനിയും ഇലോൺ മസ്കും 2014-15 കാലയളവിൽ ഏതാണ്ട് അടുത്തടുത്ത് ആസ്തി ഉണ്ടായിരുന്ന രണ്ടുപേരാണ്. അദാനിയുടെ ആസ്തി പിന്നീട് വർദ്ധിച്ചുവെങ്കിൽ അത് അയാളുടെ മിടുക്കാണ്. ഇലോൺ മസ്കിന്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത് $350 ബില്യൺ അടുത്തേക്ക് വരികയാണ്. 300 ബില്യൺ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇലോൺ മസ്കിനെ കുറിച്ച് ഇവർക്ക് ആർക്കും ആക്ഷേപമില്ല. കാരണം മസ്ക് അമേരിക്കക്കാരനാണ്, അമേരിക്കൻ സാമ്പത്തിക മേഖലയാണ്. മസ്കുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഡീപ് സ്റ്റേറ്റ് മസ്കിനെ തൊടില്ല. മസ്ക് അമേരിക്കൻകാരനാണ്, സായിപ്പാണ്. മാത്രമല്ല അവരുടെ അമേരിക്കയുടെ വളർച്ചയിൽ മസ്കിന് ഒരു പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മസ്കിനെ തൊടില്ല. എന്നാൽ അദാനി ഇന്ത്യക്കാരനല്ലേ, അയാളുടെ ആസ്തി ഇടിഞ്ഞെന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് എന്താണ്? മാത്രമല്ല അയാളുടെ ആസ്തി ഇടിയണമെന്ന് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. ഈ അടുത്തിടെ ഒരു പഠനം നടന്നു. അമേരിക്കൻ ആസ്ഥാനമായി തന്നെ ഒരു റിസർച്ച് ഏജൻസിയുടെ പഠനം അനുസരിച്ച് ആദ്യം $1 ട്രില്യൺ ആസ്തി ഉള്ള ഒരു സമ്പന്നനായിട്ട് മാറാൻ പോകുന്നത് ഇലോൺ മസ്ക് ആണ് 2028-29 രണ്ടാമത് $1 ട്രില്യൺ ആസ്തി ഉള്ള സമ്പന്നനായിട്ട് മാറാൻ സാധ്യത ഗൗതം അദാനിയാണ് എന്നൊരു വാർത്ത ഈ അടുത്തിടെ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മളത് വീഡിയോ ചെയ്തതാണ്. ആ ഒരു വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ ഗൗതം അദാനിക്ക് അതിന് സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള പൊട്ടൻഷ്യൽ അയാൾക്കുണ്ട്, അതിനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ട് അംബാനിയുടെ പേര് പറഞ്ഞില്ല? എന്തുകൊണ്ട് അദാനിയുടെ പേര് പറഞ്ഞു? എന്തുകൊണ്ട് സക്കർബർഗിന്റെ പേര് പറഞ്ഞില്ല? എന്തുകൊണ്ട് ജെഫ് ബെസോസിന്റെ പേര് പറഞ്ഞില്ല? അപ്പോൾ കഴിവ് ഒരു ഫാക്ടറാണ്. വളരെയധികം വളരണമെങ്കിൽ കഴിവ് വേണം. അല്ലാതെ ഗവൺമെന്റ് സപ്പോർട്ട് കൊണ്ടൊന്നും ആർക്കും കോടീശ്വരനാവാനൊന്നും പറ്റില്ല. ബിസിനസ് അറിയണം, ബിസിനസ് ചെയ്യാൻ പഠിക്കണം, അതിന് കഴിവ് വേണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് അദാനിക്കുണ്ട്. അത് തന്നെയാണ് ഡീപ് സ്റ്റേറ്റും അമേരിക്കയും അദാനിയെ തുരത്തി അടിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. നരേന്ദ്രമോദിയാണ് ഇവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒന്ന്, ഈ ആദ്യത്തെ നിജ്ജാർ കേസ് എടുക്കുക.
നിജ്ജാർ കേസ് പതിയെ പതിയെ പറഞ്ഞ് അവസാനം കൊണ്ടുവന്ന് അമിത്ഷായിൽ എത്തിച്ചു. ആരാണ് അമിത്ഷാ? നരേന്ദ്രമോദിയുടെ വലങ്കൈയാണ് അമിത്ഷാ. വളരെ പ്രധാനപ്പെട്ട ബന്ധം മോദിയുമായി പുലർത്തുന്ന ആളാണ്. മോദിയിലേക്ക് അത് എത്തിച്ചില്ല, നരേന്ദ്രമോദിയുടെ തൊട്ടടുത്ത ആളായ അമിത്ഷായിലേക്ക് എത്തിച്ചു. അതിന് US, കാനഡയാണ് ഉപയോഗിച്ചത്. എന്നാൽ അതിനുശേഷം അടുത്ത നരേന്ദ്രമോദിയുടെ അടുത്ത ആളാരാണ്? അത് സാക്ഷാൽ നമ്മുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന NSA അജിത് ഡോവൽ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ. അജിത് ഡോവലിനെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അറസ്റ്റ് വാറണ്ട്. എങ്ങനെ ഇരിക്കുന്നു? അടുത്ത നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളെ അങ്ങനെ ടാർഗറ്റ് ചെയ്തു. ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നിർണായകമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സമ്പന്നനാണ് അദാനി. കാരണം പോർട്ടുകൾ, വിമാനത്താവളങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു സംരംഭമാണ് അദാനി ഗ്രൂപ്പ്. അപ്പോൾ അദാനിക്ക് അതിന് കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകത്തെ പല രാജ്യങ്ങളുടെയും പോർട്ടുകൾ ഏറ്റെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ പുതിയ പോർട്ടുകൾ നിർമ്മിക്കാൻ കഴിയും, വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും, അടിസ്ഥാന സൗകര്യ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു കോടീശ്വരനാണ്. ആ വ്യക്തിയെ അടുത്ത് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്ക. അപ്പൊ മോദിയാണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം. രാജാവിനെ അടിക്കുന്നതിന് മുമ്പ് മന്ത്രിയെയും സൈന്യാധിപനെയും രാജാവിന്റെ സംരക്ഷകരെയും അല്ലെങ്കിൽ രാജാവിന്റെ മറ്റ് പവർ സോഴ്സുകളെയും ഒക്കെ തകർക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഡീപ് സ്റ്റേറ്റ് ഇവിടെ പരിശ്രമിക്കുന്നത്. കാരണം ട്രംപ് വന്നാൽ ഇതൊക്കെ ചിലപ്പോൾ പേച്ചപ്പ് ചെയ്ത് US റിലേഷൻ ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക. ട്രംപിനെ ഒരു ആണവ യുദ്ധത്തിലേക്ക് നിർബന്ധിക്കുക, ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയിൽ തന്നെ പ്രഹരമേൽപ്പിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവേത് പ്രേക്ഷകരാരും തെറ്റിദ്ധരിക്കരുത്. ഇത് അദാനി മോദി വിഷയമല്ല. ഇത് അമേരിക്ക എന്ന് പറയുന്ന വമ്പൻ രാജ്യത്തിന്റെ, കഴുകൻ രാജ്യത്തിന്റെ കളികളാണ്. അതിൽ അമേരിക്ക എന്ന് നമ്മൾ പൂർണ്ണമായി പറയണ്ട. ഡീപ് സ്റ്റേറ്റിന്റെയും ഡെമോക്രാറ്റുകളുടെയും ചതിയുടെ അല്ലെങ്കിൽ അവരുടെ അവസാനത്തെ നമുക്ക് നേരെയുള്ള പ്രഹരങ്ങളുടെ ഭാഗമാണിതെല്ലാം. അല്ലെങ്കിൽ പിന്നെ കെനിയയിലെ ഡീൽ എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്? കെനിയൻ പ്രസിഡന്റ് പറഞ്ഞല്ലോ അവർക്ക് വേണ്ടപ്പെട്ട ഒരു രാജ്യം അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യം, പാർട്ട്ണർ രാജ്യമാണ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തത് എന്ന്. ആരാണ് ആ പാർട്ട്ണർ രാജ്യം? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലാതെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.